ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ആദ്യക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പിറന്നാൾ ദിവസം എന്നെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലെ അമ്മ എന്ത് ചെയ്യുമായിരുന്നെന്നറിയോ, മേലൊക്കെ എണ്ണ തേപ്പിച്ചായിരുന്നു കേട്ടോ കുളിക്കൽ. അങ്ങനെ കുളിപ്പിക്കുകയുള്ളൂ അമ്മ, മേല് മുഴുവൻ എണ്ണ തേച്ച് പിടിപ്പിച്ച്. പക്ഷേ ഇവർക്കത് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും എനിക്കിഷ്ടമാണ് എന്നെ ചെയ്തു തന്ന പോലെ ഇവർക്കും ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഏതായാലും ഞാൻ എണ്ണ തേപ്പിച്ചു കേട്ടോ. വേണ്ട എന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും എന്താണേലും ആദ്യക്കൂട്ടം പിന്നെയും നിന്ന് വരും, മോനൂസ് തീരെ നിന്ന് വരില്ല കേട്ടോ. ഞങ്ങളുണ്ടല്ലോ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാട്ടോ. ഒരു ഗ്ലാസ് ബാക്കിയുണ്ടായിരുന്നേ, ആ ഗ്ലാസ് ഇന്ന് രാവിലെ ഞാനും പൊട്ടിച്ചു. 10 ഗ്ലാസ് വീതം വാങ്ങും. അതിവിടെ എല്ലാവരും പൊട്ടിച്ച് ലാസ്റ്റ് ഇപ്പോൾ ഞാനും കൂടി ഉണ്ടായിരുന്നു ഒരെണ്ണമുള്ളത്, അത് ഞാനും പൊട്ടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്ന് എൻ്റെ പിറന്നാൾ കുട്ടി ഇതാ മുത്താറി പിടിക്കുന്നത് എന്തിനകത്താ നോക്ക്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. കുടുവിന് വയ്യാത്തതുകൊണ്ട് കുടുവിനെ കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഇങ്ങനത്തെ ഒരു പനി ആയതുകൊണ്ട് ആരോടും വരാനും പറയാൻ പറ്റൂല. പിന്നെ വരാൻ പറയാതെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ. ഞങ്ങൾ സ്റ്റാറ്റസ് ആദ്യക്കുട്ടൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരട്ടെ എന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് തക്കാളിപ്പനി പേടിയില്ലെങ്കിൽ വന്നോളാം. അപ്പോൾ ഞാനും മടിച്ചാണ് കുളിക്കാൻ കയറിയത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ആദ്യക്കുട്ടനെ അല്ലേ ആദ്യക്കുട്ട, അമ്പലത്തിൽ പോയിട്ട് വരാം. മോനിച്ച് കുളിക്കാൻ കയറിയിട്ടുണ്ട്, ഇറങ്ങി വരികയാണെങ്കിൽ അവനെ കൊണ്ടുപോകാം. ഓക്കെ. അവൻ്റെ മടി പോലെ തന്നെ അവൻ പോകുന്നില്ല കേട്ടോ. മോൻ്റെ ഞങ്ങളുടെ കൂടെ പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ പോയി തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ചാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. അവളെ അമ്മയും മോനും പിന്നെ നമ്മളെ അറിയുന്നവർ തന്നെയാണ്. നമ്മളെ അമ്പലമാണല്ലോ, നമ്മളെ നാട്ടിൽ നമ്മളെ അമ്പലമാണ്. നമ്മൾ കുറേ ആയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയും പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ചെല്ലാത്ത കാരണം ചെല്ലുമ്പോഴേ എല്ലാവരും പറയും കേട്ടോ, എന്താ വരാത്തത്, എന്താണ്. ഇപ്പോൾ മക്കൾ ഇവിടെ നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ, മക്കൾക്ക് നല്ല ക്ലാസ്സൊക്കെയാണ്. പക്ഷേ ഇവർ ഭയങ്കര മടിയാണ്. ഈ മോനൂസൊക്കെ ഞാൻ പറയും എങ്ങനെയും പോകണം. അതുകൂട്ടും പിന്നെയും കുറച്ചൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെയും പോരും കേട്ടോ. മോനൂസിന് ആ കാര്യത്തിൽ ഭയങ്കര മടിയാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷെ അവന് രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ആദ്യകൂട്ടിന് വേണ്ടി നെയ്വിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറന്നാളിന് വേണ്ടി പ്രത്യേകം പിന്നെ വഴിപാടൊന്നും കഴിപ്പിച്ചിട്ടോ പായസം ഒന്നും കഴിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ നെയ്വിളക്കും പിന്നെ കാര്യമായിട്ട് ഇങ്ങനെ പിറന്നാൾ ദിവസം പ്രത്യേകമായിട്ട് എന്താ കഴിക്കുക എന്നുള്ളത് എനിക്ക് അങ്ങനെ അറിയില്ല. പിറന്നാൾ പായസം കഴിപ്പിക്കുന്നറിയാം, പിന്നെ വേറെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പുഷ്പാഞ്ജലിയാണ് സാധാരണ നമ്മൾ അമ്പലത്തിൽ പോയാൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലേ. ഒരുവിധം ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരെല്ലാവരും, അതായത് ഇന്ന കാര്യങ്ങളെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലാത്തവരെല്ലാവരും പുഷ്പാഞ്ജലി കഴിപ്പിക്കും. അപ്പം ഞങ്ങളും അതുപോലെ പുഷ്പാഞ്ജലിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം കഴിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പുഷ്പാഞ്ജലി ഒരു നെയ്വിളക്കം കഴിപ്പിച്ചു. അങ്ങനെ ആദ്യകൂട്ടം വിളക്കൊക്കെ കത്തിച്ച് അവിടെ ദേവീൻ്റെ മുന്നിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ ആദ്യക്കൂട്ടിനുള്ള കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ കൂട്ടുകാരെ, ഇന്നലെ ഈ കേക്ക് മുറിക്കുന്നതിൻ്റെ തലേ ദിവസം ആദ്യക്കൂട്ടൻ അറിയാതെ ഞാനൊരു നുറുക്കരിൻ്റെ ഒരു കഞ്ഞി കൊണ്ട് പായസം വെച്ചായിരുന്നു. ആ ദിവസത്തെ അത്ര സന്തോഷമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ ആ കേക്ക് മുറിക്കുന്നതിൽ. ഇത് ശരിക്കും എന്താ പറയുക, പിന്നെ എന്താണെന്ന് വെച്ചാൽ കേക്ക് തിന്നാൻ ഇഷ്ടമായതുകൊണ്ട് അവർക്ക് കഴിക്കാമെന്നല്ലാണ്ട് ഒരു എന്താ പറയുക എന്തോ ഒരു പിന്നെ എന്താണെങ്കിലും ആദ്യക്കൂട്ടനെ മുറിക്കാൻ കൂടി സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും വലിയും കൂടി മുറിച്ചു. കുടുവിനാണെങ്കിൽ പനി ആയതുകൊണ്ട് അധികം കഴിക്കാൻ കൊടുക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലും കുടു ഒരു കഷ്ണമൊക്കെ അവൻ കഴിച്ചു കേട്ടോ. ആദ്യക്കൂട്ടിന് പിന്നെ ഇഷ്ടമാണ് കേക്ക്, മോനൂസിന് ഇഷ്ടമാണ്, രണ്ടാളെക്കാളും ഇഷ്ടമാണ് പോലെ അച്ഛന്, ചേട്ടായിക്കും ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. കേക്കല്ലേ നമുക്ക് ഇഷ്ടമില്ലാണ്ടിക്കോ. അങ്ങനെ ഏതായാലും വേണ്ടില്ല, കേക്ക് മുറിച്ചു. പിന്നെന്താ, അപ്പോൾ കുടുവിന് ഇന്നലെ രാത്രി ഈ പിറന്നാളിൻ്റെ തലേ രാത്രി ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. ശ്വാസം മുട്ടുന്ന പോലെ ചുമയ്ക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു
അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. രാത്രി നല്ല ചുമയായിരുന്നു. രാവിലെ ആണെങ്കിൽ ഒരു വലിച്ചില് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു നീ കൊണ്ടുപോയിക്കോ കുടുവിനെ കാണിച്ചിട്ട് പോരെ, നമ്മളെ അടുത്ത് തന്നെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് കുടഞ്ഞിലെ, അപ്പം കറക്കിയുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ദൈവമേ, കിട്ടിയ അവസരമല്ലേ. കുടുവിനെയും കൊണ്ട് ഞങ്ങൾ പോയി കേട്ടോ ഹോസ്പിറ്റലിൽ. ഞാനും ആദ്യക്കുട്ടനും കൂടും കൂടെ ആശുപത്രിയിൽ പോയി. ഇത് കണ്ടില്ലേ, ആശുപത്രിയിലെത്തിയപ്പോഴുള്ള സ്ഥിതി. ആശുപത്രിയിലേക്ക് പോണ വഴി അവിടെ ഒരു കിണറുണ്ട്, അതിനകത്ത് എന്താണെന്ന് നോക്കണം അവന്. ഞാൻ കുറേ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മ കാട്ടിത്താ, അമ്മ കാട്ടിത്താ, മീമി കാട്ടിത്താ അതാട്ടാൻ പറയണേ. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെ മീമി ഒന്നും കാണൂല, അതിൽ നോക്കണ്ടെന്ന് പിടിച്ച് വലിച്ച് ഒരു വിധത്തിൽ പോരാൻ നോക്കുമ്പോഴത്തേക്ക് അവൻ ആദീനെ തിരയാൻ പോയിട്ടോ. പിന്നെ ആദീനെ വിളിച്ച് തിരയാം. അപ്പോൾ ആദ്യം എപ്പുറത്തുണ്ട്, അവൻ കാണുന്നില്ല ആദീനെ. ഞാൻ അവർ പറയുന്ന വോയിസ് അതിനകത്തുണ്ടെന്ന് ഞാൻ കളഞ്ഞതാട്ടോ. ഞാനും വിളിയോട് വിളിയല്ലേ, ഈ കുടു എന്നുള്ള വിളിയേ ഉണ്ടാവുള്ളൂ അവസാനം. അങ്ങനെ എന്താണേലും വേണ്ടില്ല, രണ്ടാളെയും ഒരു വിധത്തിൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കേട്ടോ. ആശുപത്രി കിടന്നിട്ട് പരമാവധി യുദ്ധമായിരുന്നു കേട്ടോ. കൊടു അപ്പുറത്ത് എവിടെയോ കിടന്ന കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ ഒരെണ്ണമില്ല 2 കൊണ്ടുവന്നു, ആദിക്കും കൂടി ഇരിക്കാൻ വേണ്ടി. അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഫാർമസിയിൽ പോയി സ്വന്തം അരവ് സുബിന്ന് പേരൊക്കെ പറഞ്ഞ് അവൻ്റെ മരുന്നൊക്കെ വാങ്ങി. ആവി പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മരുന്ന് വാങ്ങി വീട്ടിലോട്ട് പോകണം. ആവി പിടിക്കാനുള്ള മരുന്ന് വാങ്ങി പോരുകയില്ല. അപ്പോൾ വരുന്ന വഴി എന്ത് ചെയ്തു, ആദ്യക്കൂട്ടിനൊരു ടീഷർട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യക്ക് എന്തെങ്കിലും ഒരു ഉടുപ്പ് ഷർട്ടോ ടീഷർട്ടോ എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി വന്നപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി കേട്ടോ. മത്തി നല്ല സൂപ്പറായിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. മത്തി നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ ആശാന്മാരായതുകൊണ്ട് മീനില്ലാതെ പറ്റില്ല. അപ്പം അങ്ങനെ ഞാനിനി വേഗം എന്നാലും ഭക്ഷണമൊക്കെ ആക്കട്ടെ. ആദ്യക്കൂട്ടനും മോനുസും അവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആശുപത്രിയിൽ പോയി വന്ന് കയറി. അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് വന്ന് കയറിയത്. അവരത് അവിടെ കളിക്കുന്നു. കൊടു കളി കണ്ടിരിക്കുകയാണ് നല്ല കുട്ടിയായിട്ട്. ഞാൻ കൊടുവിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറീൻ്റെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇവന് ഇങ്ങനെയാട്ടോ, ഞാനിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് പണിയെടുക്കുകയാണെങ്കിൽ. ഇപ്പം ഞങ്ങൾ ചുമക്കുകയാണ് മരുന്ന് വാങ്ങിയെന്ന്. ആവി പിടിക്കണം നമുക്ക്. അപ്പം എന്നോട് പറയണം അമ്മ വർത്താനം പറയണം, വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഞാൻ എന്തെങ്കിലും മിണ്ടാതെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കൂടു എന്താ പറയുക, അമ്മ മിണ്ടാണ്ടിരിക്കുമ്പോൾ കൂടു എന്താ പറയുക അമ്മേനോട്, എന്താ പറയാ, വർത്താനം പറയാൻ പറയൂല്ലേ. വർത്താനം പറയാം അമ്മ വർത്താനം പയ്യമ്മ എന്ന് പറയും കൂടു. മീനിൻ്റെ മുട്ടയും ഒക്കെ വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെടുത്ത് വറുത്ത് ഞങ്ങൾ മീൻ മുട്ടയൊക്കെ വറുത്തു. പിന്നെ ആദ്യക്കൂട്ടനും മോനുസിനും കൊടുവിനും എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് കൊടുവിനെ ഇറക്കി കിടത്തി. മോനുസിനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ പോയിട്ടോ. കുറേ എനിക്ക് തോന്നുന്നു ഞാനൊരു 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. സ്കൂൾ കൂട്ടിയിട്ട് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പണിക്ക് പോകുന്നതുകൊണ്ട് എങ്ങനെയായാലും കഴിയില്ല. പിന്നെ വൈകുന്നേരം വരുമ്പോൾ ട്യൂഷനും ഉണ്ടല്ലോ. ഇപ്പം പിന്നെ കൊടുവിന് വയ്യാത്തതുകൊണ്ട് ട്യൂഷന് വരുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു പനി ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നാൽ ഒരു കാര്യമുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകുമ്പോൾ വല്ലാണ്ട് കയ്യിൽ നിറയെ സാധനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങോട്ട് തിരിച്ച് പോരുമ്പോൾ കൈ നിറയും, സഞ്ചി നിറയും, കവറിൻ്റെ എണ്ണം കൂടും. അങ്ങനെയാണ് കേട്ടോ. അങ്ങോട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് പോകാറുള്ളൂ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അച്ഛനും അമ്മയ്ക്കും ഇപ്പം എന്താ പറയുക, അങ്ങനെ ഏതായാലും വേണ്ടില്ല. ഈ അച്ഛന് അവിടെ ഒരു വാഴ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് മതി വെച്ചേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു തോരൻ വെക്കൗട്ടിയെ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ്
പിന്നെ എൻ്റെ നോട്ടം കപ്പള മരത്തിലേക്കായി കേട്ടോ. നോട്ടം കാണുന്നതിൻ്റെ മുമ്പേ അച്ഛൻ പറഞ്ഞു കപ്പളങ്ങ വേണോ വാ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കപ്പളങ്ങ പറിച്ചു, ഒരു 3-4 കപ്പളങ്ങ പറിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഈ ഇറങ്ങിപ്പോകണ്ട, ഈ അവിടെ നിന്നോ ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെയാണല്ലേ അച്ഛന്മാർ. പെൺകുട്ടികൾക്ക് എപ്പോഴും അമ്മയ്ക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കുന്ന, ചീത്തയല്ല, അമ്മമാർക്ക് എപ്പോഴും നമ്മളോടൊരു എന്താ പറയുക, ശരിക്കും എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല അല്ലേ. ഇവിടുത്തെ അതായത് എൻ്റെ കെട്ടിയവൻ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരോടായിരിക്കുമല്ലോ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ലേശം സ്നേഹം കൂടുതൽ. അത് കാണുമ്പോൾ അമ്മമാർക്കൊരു കുശുമ്പുണ്ട് കേട്ടോ, ഒരു 1.5 കുശുമ്പ്. എന്താണെങ്കിലും അച്ഛൻ ഒരു 3-4 കപ്പളങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾക്ക് വാഴക്കായി, കപ്പളങ്ങ. പിന്നെ അപ്പോഴത്തേക്ക് അമ്മേൻ്റെ വക അമ്മ അടുക്കളയിലൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്തുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. അമ്മ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതും വരെ എനിക്ക് ആക്കി തരും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെയാണെങ്കിൽ അമ്മ പണി കഴിഞ്ഞ് വന്ന സമയമായിരുന്നേ. അമ്മ ഒരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു ക്യാൻസർ രോഗി ആയ ഒരു താത്തേനെ പരിചരിക്കുകയാണ് അമ്മേൻ്റെ ജോലിയെ. അപ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ 60 വയസ്സൊക്കെ കഴിഞ്ഞെങ്കിലും അമ്മ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. അവരെയൊക്കെ പണിക്ക് പോവാതെ അവരെയൊക്കെ അവരെയൊക്കെ നോക്കണം, അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയില്ലേ. ആഗ്രഹം നമുക്ക് പിന്നെ എന്താണെങ്കിലും പറ്റാത്തൊരു കാലം വരുമ്പോൾ എന്തായാലും നമ്മൾ നോക്കും. ഇപ്പം ഞാൻ പറയാം, അവരെ വിടാതെ നോക്കാൻ ആഗ്രഹം നമുക്കുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഏതായാലും വേണ്ടില്ല അമ്മേൻ്റെ വക മഞ്ഞൾപ്പൊടി പിന്നെ എന്താ ഒക്കെ പാക്കറ്റാക്കിയിട്ടോ. അച്ഛനും അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. എന്തായാലും വീട്ടിൽ പോകുന്നോടം വരെ കുഴപ്പമില്ല. പോവാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ. പോയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് പോരാനും മടിയാണ്. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ നേരെ അച്ഛമ്മേൻ്റെ അടുത്ത് പോയി. ഈ വീട്ടിൽ പോയ അതേ കാലയളവായിട്ടോ തറവാട്ടിൽ പോയിട്ട്. അപ്പോൾ അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെ അടുത്ത് കയറി. അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ മരിച്ചു പോയതാണ് കേട്ടോ. അച്ഛമ്മേൻ്റെ അടുത്തും കയറി പോവാമെന്നും പറഞ്ഞ് ഞാനും ആദ്യക്കുട്ടനും കൂടി എന്ത് ചെയ്ത് പോവുകയാണ് കേട്ടോ. അവിടെ അടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടി അങ്ങ് പോയാൽ മതി തോട്ടുമുഖത്തേക്ക്. അപ്പോൾ ആദ്യക്കുട്ടൻ ഇപ്പോൾ വണ്ടിയിലിരുന്ന് നേരത്തെ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വണ്ടി കയറിയപ്പോൾ ഞാൻ അവൻ്റെ ഫോണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിടിച്ചാന്ന് തോന്നുന്നു ഇത്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടാണ് ഞങ്ങൾ തറവാട്ടിലെത്തിയപ്പം. അത് അച്ഛമ്മേൻ്റെ കൂടെ ഇത് ആദ്യക്കുട്ടനും ദേവുട്ടി ഉണ്ടായിരുന്നു, കണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ എന്താ പറയുക വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക അധികം നിൽക്കാനും വയ്യ. പിന്നെ കുടു ഇവിടെ വീട്ടിലല്ലേ, അപ്പം മോനൂസിൻ്റെ അടുത്ത് ആക്കി പോയതല്ലേ, അതുകൊണ്ട് അധികം നേരം നിൽക്കാനും വയ്യ. അങ്ങനെ എന്തായാലും വേണ്ടില്ല പിറന്നാൾ ദിവസം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് തീർത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊച്ചു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.